ഡോമനി ഓയിൽ നമുക്ക് താണ്ടെ ഒരു തൃശ്ശൂരിൽ നിന്നേ ഒരു ആയുർവേദ വൈദ്യനാണ് ഒരു ഓയിൽ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് സാമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോ അല്ല, അതുകൊണ്ടിട്ട് ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. ഇത് ഡോഗ്സിനെ അവർക്ക് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് തേക്കാനുള്ളതാണ്. അതായത് നമ്മൾ തലയോട്ടി തേച്ച് പിടിപ്പിക്കത്തില്ലേ, അപ്പം ചെള്ളുണ്ടാകാതിരിക്കാനും സ്മെല്ലുണ്ടാകാതിരിക്കാനും ഒക്കെ നല്ല എഫക്റ്റീവ് ആണെന്നും പറഞ്ഞ് അയച്ചു തന്നെയാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇത് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് അത് ഷെയർ ചെയ്യാം. എന്തായാലും ഇപ്പം ഞാൻ ജസ്റ്റ് ഇവക്ക് ഇവിടെ ഇന്നലെ നമ്മൾ ഇവിടെ കുളിപ്പിച്ച് ഡ്രൈ ആക്കി. എന്താടി അവിടെ ഇറങ്ങിയിരി, പുറത്തെങ്ങാണ്ടൊക്കെ മാന്നല്ല. പിന്നെ ഞാൻ തേച്ച് കൊടുക്കടി. തേച്ച് കൊടുക്കുമ്പം എന്താണ് നമ്മൾ തലയോട്ടി തേച്ച് പിടിപ്പിക്കത്തില്ലേ, അതേപോലെ ഹെയറിലല്ല, ഈ സ്കിൻ ഇങ്ങനെ മാറ്റിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കാ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണ്ട കേട്ടോ. എവിടെ പോന്ന് ഹാപ്പി ചിറ്റ് എന്താ ഹാപ്പിക്ക് ഇപ്പം നമ്മൾ ഇവിടെ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്ക് ഈ എന്താണ് ഷെഡിങ് ടൈമാണ്. അവള് നോർമൽ എണ്ണയുടെ വേണോ, മനുഷ്യനും യൂസ് ചെയ്യാന്നാ പറഞ്ഞത്. നിനക്ക് വേണോ? ബാക്കി വരുന്ന നീ എടുത്തു. എനിക്ക് വേണ്ട. അവിടെ ഇരിക്കാൻ പറയടി. ഇരിയടി അവിടെ. ഡി മാക്കാച്ചി അവിടെ ഇരി. ഇതോ നാക്കി തിന്നുന്നു. ചേടാ എന്ത് കിട്ടിയാലും നാക്കി തിന്നു. ഇതിനകത്ത് വെളിച്ചെണ്ണ പ്ലസ് പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ, അതായത് നമ്മൾ വീട്ടിൽ എണ്ണ കാച്ചി എടുക്കത്തില്ലേ, അതേപോലെ തന്നെയുള്ള സംഭവം എന്നാ പറഞ്ഞത്. നോക്കട്ടെ, ഒന്ന് മണഞ്ഞോട്ടുണ്ടോന്ന്. ഇത് വെളിച്ചെണ്ണയുടെ മണം തന്നെ അല്ലേ? വെളിച്ചെണ്ണയുടെ മണം വെളിച്ചെണ്ണയുടെ തന്നെ. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുളിപ്പിച്ച് കഴിഞ്ഞ് ഇത് തേച്ച് ആളിനെ അങ്ങ് വിട്ടിരുന്നാൽ മതി. ഇതെങ്ങും പറ്റത്തതൊന്നുമില്ല, വേറെ സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മളെന്ത് വന്നേലും നോക്കാമെന്ന്. അവിടെ ഇരിയടി. എന്തുവാ നാണിച്ചാണല്ലോ നിൽക്കുന്നത്? എന്തുവാ ഇന്നലെ കുളിപ്പിച്ചതിന്റെ താരണ? അല്ല, അത് വേണ്ട, ആഹാരം കഴിച്ചിട്ടില്ല, അവളെ ഒന്ന് നക്കിയതാ. ചെയ്യ കൊടു. ഇവക്ക് ഇതിന്റെ ആ ഗ്ലോ പോയി, ഹെയറിന്റെ ഇല്ലടേ ഗ്ലോ. അതായത് ഈ ഹെയർ പോകാറായി കേട്ടോ, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയിട്ട് ഇനി പുതിയ ഹെയർ വരണം. ടെസയ്ക്കാണെങ്കിൽ പുതിയ ഹെയർ വന്നു തുടങ്ങിയില്ലേ? നമ്മുടെ മിക്കവാറും എല്ലാ ജർമ്മൻ ഷെപ്പേർഡിനും ഒക്കെ ഇയർലി 2 വട്ടം ഷെഡിങ് ഉള്ളതാണ്. ഇപ്പൊ രോമം കൊഴിച്ചിൽ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുന്നേ കണ്ടിട്ട്. രോമം കൊഴിച്ചിൽ ഡോഗ്സിനുള്ളതാണ്, നോർമലാണത്. ലാബ്രഡോറിന് മാത്രം എല്ലാ ദിവസവും രോമം കൊഴിയും. ഇവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ 2 വട്ടമൊക്കെ കൊഴിയത്തുള്ളൂ. അത് ക്ലൈമറ്റ് അനുസരിച്ചാ, നമ്മുടെ ചൂട് ക്ലൈമറ്റ് അല്ലേ. മഞ്ഞ് പെയ്യുന്നോട്ട് അവന്റെ പുറത്തുനിന്ന്. ടെറിമാമന് കൊഴിച്ചിൽ മാത്രമേ ഉള്ളൂ. ടെറിമാമനുണ്ടല്ലോ ഇപ്പം ടെറിമാമൻ അതുകൊണ്ട് അവിടെ ബന്ധിച്ചേക്കുവോ. അതിനകത്തുണ്ടല്ലോ നമുക്ക് യാതൊരു വിധത്തിലും പുറത്തു വിടാൻ പറ്റാത്ത സാഹചര്യമാണ്. അത്രയ്ക്ക് ഭ്രാന്ത്. എടാ, നീ ആദ്യത്തെ ഒരു ദിവസം ടെസ്സെ ഓട്ടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നീ മാന്യനായി പോയത്. നിനക്ക് എന്താ വേണം പറഞ്ഞോ എല്ലാവരുടെ കൂടെ പറ. എന്താ നാണമാവുന്ന? പോണോ? തുറക്കണോടാ? നീ ടൂണ കയറി പിടിക്കുന്ന ഞാൻ കണ്ടു കേട്ടാ. നീ ഞങ്ങളുടെ ഓടിച്ചിട്ട് തന്നോ? എന്തോടി? ഇല്ല, ആദ്യമായിട്ടാ ടൂണ കയറി പിടിച്ചത്. ഞാൻ ഒറ്റയ്ക്ക് കിടക്കണ്ടല്ലോ, പാവല്ലേ എന്ന് വിചാരിച്ചേ കാത്തുവിൻ്റെയും ടൂണയുടെയും കൂട്ടപ്പോഴത്തേന് അവരെ ആക്രമിക്കാൻ ശ്രമിച്ച് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറ്റിയതാ. ഞാൻ വാ. അടിച്ചു കൊന്നേരടി, ഒന്നും നോക്കണ്ട. ഈസ് ഗോവിന്ദ ടെറി. നീയും സൂക്ഷിക്കണം. വിളി ഹാപ്പി വിളി. ഈ സാധനം കടിക്കും. വെള്ളം കുടിക്കുക, ആഹാരം പോലും കഴിച്ചിട്ടില്ല. തേച്ചു കൊടു. ഇന്നലെ 2 നേരം കഴിക്കാതിരുന്നിട്ട് പിന്നെ രാത്രി കഴിച്ചു. ജന്മനാ സൈക്കോയാന്ന് തോന്നുന്നു. എന്തുവാ ചെയ്യണ്ടേന്ന് അവനെ ഞാൻ അറിഞ്ഞുകൂടാ. എന്താ
ഇവന് ഇപ്രാവശ്യം എന്തൊക്കെ നമ്മുടെ അയ്യോ ടെറിമോൻ എന്ത് പറ്റി? ടെറിമോൻ ടെസയുടെ അടുത്ത് മിണ്ടുന്നില്ലല്ലോ, എന്തൊക്കെ ആരെന്ന്? അവൻ ആ ശക്തിയെല്ലാം സംഭരിച്ചു വെച്ചേക്കും. എന്റെ കൊച്ചിനെ തൊടരുത്. കൊച്ചിനെ വെറുതെ വിടണേട്ടറി. ഓട്ടിക്കടി. ആപ്പിക്ക് മനസ്സിലായ സൈക്കോയാന്ന്. ഞാൻ ഇവനെ കൊണ്ടം കേട്ടെ. ഇവനെ കൊണ്ടം കേട്ടെ. നീ അവക്ക് തേച്ചു വിടും. അവക്ക് തേച്ചു വിടും. ഇവൻ പണ്ട് 1 ലിറ്റർ വെളിച്ചെണ്ണ പാക്കറ്റ് എടുത്തോണ്ട് കുടിച്ച് ഓർമ്മയുണ്ടോ? അങ്ങ് വിടാ. നീ തേച്ചോ, ഞാൻ അവനെ കൊണ്ടുവിടാം. ഹാപ്പി ഹാപ്പി പോ. അപ്പൊ അങ്ങോട്ടല്ല, അവൻ നിന്നെ പച്ചക്ക് ഓടി. ഇങ്ങോട്ട് പോ. അവൻ പോയിട്ട് വരട്ടെ. ചെല്ലേ പോ. ഇവിടെ കിടത്തടി അവളെ. പോടാ നാണം ഉണ്ടോടാ? വാടാ കാമ കൂട്ടിക്കറ് പോയി പെടുത്തിട്ട് വരണേ. പോ. അതിന്റെ ഇടയ്ക്കൂടെ കടിക്കരുത്. ഇഞ്ഞ വാ കാമേഷ്. വാ കേറ്. ഓ അവിടെ ഇരുന്ന് കരഞ്ഞു തീർന്നു. തേച്ചോടി. നീ തേച്ചു. നമ്മളെ പണി നടക്കട്ടെ. അവനെ വിട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ കരയുന്ന ടെസ. ഏതെല്ലാം ടൈപ്പ് കരച്ചിൽ. കഴിഞ്ഞു പടി മോളെ. നിനക്ക് ഇത് ആന്റി എണ്ണ അയച്ചു തരും. ആന്റി അല്ല ചേച്ചി. ചേച്ചിയാ? എനിക്ക് എത്ര വയസ്സുണ്ട്? നിനക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് എത്ര വയസ്സുണ്ട് പറ. 10. 10 ആയാലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചു. അയ്യോ എണ്ണ. കുളിപ്പിക്കട്ടെ എണ്ണ വെച്ച്. ചെവിയുടെ അടുത്തൊക്കെ തേച്ച് കൊടുക്കാൻ അറിയാം. ചെവിയുടെ തണ്ട് ഈ സൈഡിലൊക്കെ തേച്ച്. ഇപ്പൊ എവിടൊക്കെ തേച്ച്? ഇവിടെ തേച്ച്. ഇവിടെ അവളാ നക്കിയിരുന്നിടം ഇല്ലയോ അവിടെ? ഡാൻഡ്രഫ് കണ്ടോ ഒക്കെ തേച്ച് കൊടുക്കല്ലോ. അതാണ്ട് ഞങ്ങളുടെ ആപ്പിക്ക് താണ്ട എണ്ണയൊക്കെ തേച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്ഡേറ്റ്സ് എങ്ങനുണ്ട്, ഹെയർ ഒക്കെ അടിപൊളി ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ റിവ്യൂ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. സുന്ദരിയാ ഇല്ലടി? തിളക്കമൊക്കെ ആയപ്പോഴത്തേന് എന്തുവാ? ഒന്നും കാണിച്ചു കൊടുക്കല്ലേ. അവളെ എന്ത് വള്ളി ഉണ്ടേലും അതിൽ കയറി പിടിക്കാൻ നിൽക്കുന്നവളാ. വാ നമുക്ക് ഇവിടെ അവരുടെ അടുത്തോട്ട് കൊണ്ടുപോവാം. ഈ വെളിച്ചെണ്ണയുടെ മണം അവര് നക്കുവെന്നുള്ള അറിയാമല്ലോ. വാഞ്ഞു പാടി. നക്കിയാലും കുഴപ്പമില്ലാതെ തന്നെയാണ് കേട്ടാ. പോട്ടെ വണ്ടി പോട്ടെ. ആ ടെറി മാമന്റെ ദൃഷ്ടിയിലെങ്ങും പെടാതെ പോ. ടെറിമാമന്റെ ഒക്കെ പരിസരത്തൂടെ അല്ലാതെ പോകുന്നതാണ് നമുക്ക് നല്ലത്. നോക്കട്ടെ. ഹാപ്പിയെ കിട്ടുമ്പോഴത്തേന് ഇവരെന്തോ ആയി നിന്ന് നോക്കാം. വേണ്ട അവൻ പെസക. എനിക്ക് അവനെ പേടിയാ. ഓടാ കുതിര. വാ. തുറക്കത്തില്ല. തുറന്നേടി. ഇനി നീ വാ തുറന്നാ എന്റെ വായിക്കകത്ത് സ്റ്റാപ്ലെയർ അടിച്ചു വെക്കും ഞാൻ കേട്ടോ. തുറന്നേ. എന്തായാലും 2 ദിവസം കൊണ്ട് കഴിക്കില്ല. അപ്പൊ കുഴപ്പമില്ല. ശരി വാ.
എന്നിട്ട് വാടച്ചിന്നുള്ളതൊക്കെ ചെയ്താൽ അടങ്ങ്. ആ ഓക്കെ 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 അണ്ടർസ്റ്റാൻഡ്.